മിഥ്യയും യാഥാർത്ഥ്യവും തീർത്തും വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളാണ്. അതിനിടയിലുള്ള അതിർവരമ്പുകളും ശക്തം. എന്നാൽ ആ അതിർവരമ്പുകളെയൊക്കെ ഭേദിക്കുകയാണ് ഒരു നോവൽ. പറഞ്ഞു വരുന്നത് ആഗസ്റ്റ് 17-നും മീശയിലൂടെയുമൊക്കെ നമുക്ക് സുപരിചിതനായ എസ് ഹരീഷിൻ്റെ ഏറ്റവും പുതിയ നോവലായ പട്ടുനൂൽ പുഴുവിനെ പറ്റിയാണ്. പട്ടുനൂൽ പുഴു എന്നൊരു പേര് പോലും ഈ പുസ്തകത്തിന് എത്രത്തോളം അനുയോജ്യമാണെന്ന് ഇത് വായിക്കുമ്പോൾ, ഇതിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു പട്ടുനൂൽ പുഴു അതിൻ്റെ കൊക്കൂണിനുള്ളിൽ ചുറ്റുമൊന്നും അറിയാതെ ജീവിക്കുന്നത് പോലെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പോലും തങ്ങളുടേതായ ഒരു കവചം തീർത്ത് അതിൽ ജീവിക്കുന്ന ഒരു കൗമാരക്കാരനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ മനുഷ്യരുമാണ് ഈ പുസ്തകം നിറയെ. ഇത് സാംസയുടെ കഥയാണ്. ഏകാന്തതയുടെ ഒരു കുപ്പായം തുന്നി അതിൽ ജീവിക്കുന്ന 13കാരനായ സാംസയുടെ കഥ. സാംസയുടെ കണ്ണിലൂടെ നമ്മളും ആ ലോകത്തെ കാണുന്നു. ആ മനുഷ്യരെ, അവരുടെ ജീവിതങ്ങളെ, അവർ കടന്നു പോകുന്ന ആത്മസംഘർഷങ്ങളെ, ആ ജാലകം തുറന്നിട്ടാൽ കാണുന്ന മരിച്ച പെൺകുട്ടിയെ. ആ യാത്ര തുടങ്ങുന്നത് പടിതീരാത്ത വീട്ടിൽ നിന്നാണ്, അവസാനിക്കുന്നതും അവിടെ തന്നെ. അതിനിടയിൽ നമ്മളും സാംസയ്ക്കൊപ്പം ആ ലൈബ്രറിയിലും പണിതീരാത്ത വീട്ടിലെ ഓരോ മുറികളിലൂടെയും പറമ്പിലൂടെയും അച്ഛൻ്റെ കടയിലേക്കുമൊക്കെ യാത്ര പോകും. പക്ഷേ വായനക്കാരനും സാംസയും അല്ലാതെ മൂന്നാമതൊരാൾ കൂടി നമുക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. സാംസയുടെ ഭാഷയിൽ പറഞ്ഞാൽ അദൃശ്യനായ ഒരാൾ. സ്വപ്നം കാണാത്ത മനുഷ്യരുണ്ടാവില്ലല്ലോ. ചില സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നുമെങ്കിലും ചിലത് കാണാനാവാതെ കണ്ണടച്ച് കൈകൾ മുറുക്കി പിടിച്ച് നമ്മൾ കിടക്കാറുണ്ട്. സ്വപ്നം എപ്പോഴും നമ്മുടെ ഒരു സ്വകാര്യതയാണ്. ഒരു മധ്യവേനൽ അവധിക്ക് സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്ന സാംസയ്ക്ക് തോന്നുകയാണ് തൻ്റെ കൂടെ ആ സ്വപ്നം വേറൊരാൾ കൂടി കണ്ടെന്ന്. അവിടെ നിന്നാണ് നോവൽ ആരംഭിക്കുന്നത്. വളരെ കുറച്ച് കഥാപാത്രങ്ങളിലായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളെയാണ് ഈ പുസ്തകം വരച്ചു കാട്ടുന്നത്. ഉന്മാദം കൂടുമ്പോൾ ഈന്തമരത്തിൽ തളയ്ക്കപ്പെടുന്ന സ്റ്റീഫൻ്റെ മരണശേഷം തന്നെ പ്രണയത്തണലിൽ ചേർത്ത് പിടിക്കാൻ ആരുമില്ലല്ലോ എന്ന് വ്യാകുലപ്പെടുന്ന ശ്യാമയും, വിജയത്തിൻ്റെ കൊടുമുടികൾ കയറാനായി സ്വന്തം ജീവിതം പോലും മറന്നുവെച്ച ഒടുവിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ വിജയനും, വിഷാദത്തിൻ്റെ വിരുന്നുണ്ട് ജീവിക്കേണ്ടി വന്ന ആനിയും, ഏറെയേറെ പ്രിയപ്പെട്ട മരിച്ച പെൺകുട്ടി എന്ന് ആവർത്തിച്ച് വിളിച്ച് ഒടുവിൽ നടാശ എന്ന പേര് കൊടുത്ത ആ 13കാരി പെൺകുട്ടിയുമൊക്കെ വായനയ്ക്ക് ശേഷവും നമ്മുടെ മനസ്സിലിങ്ങനെ മായാതെ നിൽക്കും. ഏകാന്തതയ്ക്കും വിഷാദത്തിനും ഉന്മാദത്തിനും ഒപ്പം തന്നെ മരിച്ചവരെക്കുറിച്ചും അവരുടെ ജീവിതങ്ങളെക്കുറിച്ചും ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നു. മൃഗങ്ങളുടെയോ മരങ്ങളുടെയോ കാര്യം പോലെയല്ല മരിച്ചവരുടെ കാര്യം. അവർ നമ്മുടെ മുൻപിലില്ല. എന്നാൽ അവർ ഒരു കാലത്ത് സംസാരിച്ചു കൊണ്ടിരുന്നവരാണ്. അവരോട് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അവർ നമ്മളോടും നമ്മൾ അവരോടും കാലങ്ങളായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരിച്ചുപോയ മാതാപിതാക്കളോട് മക്കളും, ചെറുപ്പത്തിലെ പോയ കുട്ടിയോട് അമ്മയും ഉള്ളിൽ സംഭാഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. മരിച്ചുപോയവരുടെ പടങ്ങൾക്ക് മുൻപിൽ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ ഭക്ഷണം ഒരുക്കി വയ്ക്കുന്നു. അവരിൽ ചിലരുടെ ചെയ്തികൾ സ്കൂളുകളിൽ പഠിക്കുന്നു. അവർ നടത്തിയ കണ്ടുപിടുത്തങ്ങളുടെ ഫലം അനുഭവിക്കുന്നു. അവരുണ്ടാക്കിയ വീടുകളിൽ താമസിക്കുന്നു. അവർ വെട്ടിയ വഴികളിലൂടെ വണ്ടി ഓടിക്കുന്നു. അവർ പാടിയ പാട്ടും എഴുതിയ കഥകളും വായിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തേക്കാൾ മരിച്ചവരുടെ ലോകമാണ് വലുത്. കോടിക്കണക്കിന് ആളുകളുള്ള ആ ലോകത്തേക്ക് കൂടുതൽ പേർ വർഷാവർഷം ചേരുന്നു. അതുകൊണ്ട് അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ എത്തിച്ചേരുമെന്ന് ഉറപ്പുള്ള സ്ഥലത്താണ് അവരുള്ളത്. എത്ര ഭംഗിയായിട്ടാണ് മരണത്തെക്കുറിച്ചിട്ട് ഒരു മനുഷ്യൻ മരിച്ച ശേഷവും നമ്മുടെ ഓർമ്മകളിൽ എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്നും ഈ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നത്. വെറും ഒരു വായന അനുഭവത്തിനും അപ്പുറം പട്ടുനൂൽ പുഴു ബാക്കി വയ്ക്കുന്നത് ഏകാന്തത നേരിടുന്ന, അതിൽ ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന, അവനവനിലേക്ക് ചുരുങ്ങി ഇല്ലാതെയായിപ്പോയ മനുഷ്യരുടെ ആത്മസംഘർഷങ്ങളെക്കുറിച്ചാണ്. നമ്മളിൽ പലരുടെയും കഥയെന്ന് എടുത്തു പറയേണ്ടി വരും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏകാന്തത അനുഭവിക്കാത്ത മനുഷ്യരുണ്ടാവില്ലല്ലേ? അത് അത്രമേൽ ആഴത്തിലാണ് നമ്മെ പിടിച്ചു മുറുക്കുന്നതെന്നോ. ആൾക്കൂട്ടത്തിന് ചുറ്റും നിൽക്കുമ്പോൾ പോലും ഏകാന്തത അനുഭവിക്കുന്ന എത്രയോ മനുഷ്യരുള്ള ലോകമാണ്. ഏകാന്തതയുടെ അടിവേരിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ പോലെ
നിസ്സഹായരായി ആരുണ്ട് എന്ന ചോദ്യം ഈ പുസ്തകം ഇങ്ങനെ ബാക്കി വയ്ക്കുന്നു.